മുൻകാല വഖഫ് നിയമങ്ങൾ നോക്കിയാൽ ബ്രിട്ടീഷ് കാലത്ത് 1923 മുസൽമാൻ വഖഫ് ആക്ട് ആണ് ആദ്യത്തേത്. 1954 മെയ് 21 സ്വതന്ത്ര ഇന്ത്യയിലെ വഖഫ് നിയമം പ്രാബല്യത്തിൽ വരുന്നു. 1995 വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ നിയമം വരുന്നു. 1995 നിയമം നിലവിൽ വന്നതോടെ 1954 നിയമം അസാധുവായി. 1995 വഖഫ് നിയമം ജമ്മു കാശ്മീരിന് ബാധകമല്ലായിരുന്നു. 2013 1995 നിയമത്തിൽ ഭേദഗതി വന്നു. ഇതിനായിരുന്നു ഇതുവരെ നിയമപ്രാബല്യം. നിലവിലെ വിവാദത്തിന്റെ തുടക്കം നമുക്കൊന്ന് പരിശോധിക്കാം. 2024 ഓഗസ്റ്റ് 8 2 ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫ് ഭേദഗതി ബിൽ, മുസൽമാൻ വഖഫ് റിപ്പീൽ ബിൽ. 1995 നിയമത്തിൽ 44 വകുപ്പുകളിൽ മാറ്റത്തിന് നിർദ്ദേശം വന്നു. മുസൽമാൻ വഖഫ് റിപ്പീൽ ബിൽ 1923 മുസ്ലിം വഖഫ് നിയമം റദ്ദാക്കാൻ JPC പരിശോധന ഇതേ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിലേക്ക് കൂടി നമുക്ക് പോകാം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് വഖഫ് ഭേദഗതി ബിൽ JPCക്ക് വിട്ടു. 2025 ഫെബ്രുവരി 13 JPC NDA സഖ്യകക്ഷികളുടെ 14 ഭേദഗതികൾ മാത്രം പാസാക്കി. എല്ലാ ഭേദഗതികളും സാങ്കേതികമാണ്. ബില്ലിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. വഖഫ് ബോർഡിന് മുസ്ലിം അല്ലാത്ത CEO ഉണ്ടാകാം എന്ന ചട്ടത്തിൽ മാറ്റമില്ല. എതിർപ്പുകൾ ബാക്കിയാണ്. നിയമമായി നാമമാത്ര JPC ഭേദഗതി നിർദ്ദേശങ്ങളോടെ ബില്ല് വീണ്ടും പാർലമെന്റിലെത്തുന്നു. 2025 ഏപ്രിൽ 3 വഖഫ് ഭേദഗതി ബിൽ 232-നെതിരെ 288 വോട്ടുകൾക്ക് ലോക്സഭ പാസാക്കി. 2025 ഏപ്രിൽ 4 വഖഫ് ഭേദഗതി ബിൽ 95-നെതിരെ 128 വോട്ടുകൾക്ക് രാജ്യസഭയും പാസാക്കി. 2025 ഏപ്രിൽ 6 രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചു. ബില്ല് നിയമമായി മാറി. നിയമത്തിലെ വിവാദ വ്യവസ്ഥകൾ കൂടി പരിശോധിക്കാം. ഉപയോഗത്തിലൂടെ വഖഫ് എന്ന ആശയം റദ്ദാക്കപ്പെട്ടു. കാലങ്ങളായി മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമി വഖഫാക്കാനാവില്ല. പുതിയ നിയമത്തിൽ തർക്കങ്ങളിൽ തീരുമാനമെടുക്കുന്നത് കളക്ടറായിരിക്കും. ഇതുവരെ ട്രിബ്യൂണലിനായിരുന്നു അധികാരം. ട്രിബ്യൂണൽ അംഗങ്ങളിൽ ഇസ്ലാമിക നിയമ പണ്ഡിതൻ വേണമെന്നില്ല. പുതിയ നിയമപ്രകാരം 2 അമുസ്ലിങ്ങളെയും ഇനി മുതൽ ട്രിബ്യൂണൽ അംഗങ്ങളാക്കും. കളക്ടർ റിപ്പോർട്ട് നൽകുന്നതുവരെ തർക്ക വസ്തുക്കൾ വഖഫ് ആയി കാണാനാകില്ല. വഖഫ് ബോർഡിന് മുസ്ലിം അല്ലാത്ത CEO ഉണ്ടാകാം. വഖഫ് സ്വത്താണോ എന്ന് അന്വേഷിക്കാനുള്ള വഖഫ് ബോർഡുകളുടെ അധികാരം റദ്ദാക്കി. മുർഷിദാബാദിൽ സംഭവിച്ചത് എന്താണെന്ന് കൂടി വേഗത്തിൽ പരിശോധിക്കാം. വഖഫ് നിയമ ഭേദഗതി പാസ്സായത് മുതൽ ബംഗാളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുണ്ട്. രാജ്യമെമ്പാടും പല പ്രദേശങ്ങളിലും, ഇപ്പോൾ കേരളത്തിലും ത്രിപുരയിലും ഒക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. മുർഷിദാബാദിൽ അക്രമ സംഭവങ്ങളുടെ തുടക്കമുണ്ടായത് ഏപ്രിൽ 8 മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. ഏപ്രിൽ 11 ധൂലിയാനയിൽ ദേശീയപാത ഉപരോധത്തിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലും ഉണ്ടായി.